സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. ഭാവി ഭാഗതയെ നിർണ്ണയിക്കാനുള്ള തിരഞ്ഞെടുപ്പ്. നേരത്തെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പ്രാധാന്യമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ തന്നെയാണ്. ഇന്ത്യ മതനിരപേക്ഷത അംഗീകരിച്ച രാഷ്ട്രമാണ്. മതനിരപേക്ഷത ഇന്ത്യ അംഗീകരിക്കുമ്പോൾ തന്നെ മതനിരപേക്ഷതയല്ല വേണ്ടത്, മതാധിഷ്ഠിത രാഷ്ട്രമാണ് ആവേണ്ടത് എന്ന വാദക്കാരുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ വിശദമായി ഈ പ്രശ്നം ചർച്ച ചെയ്തു. അങ്ങനെയാണ് മതനിരപേക്ഷ രാഷ്ട്രമെന്ന നിലയിലേക്ക് എത്തിയത്. ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെല്ലാം അക്കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി. മതനിരപേക്ഷത അംഗീകരിച്ചപ്പോൾ ആ അംഗീകരിച്ച മതനിരപേക്ഷതയെ തള്ളിപ്പറഞ്ഞവർ, ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞവർ ഇന്ത്യയിലുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒട്ടേറെ മൂല്യങ്ങൾ സ്വാംശീകരിച്ച ഒന്നാണ്. എന്നാൽ ആ മൂല്യങ്ങൾ അംഗീകരിക്കാത്ത ഒരു കൂട്ടരും ആ കാലത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി ഭരണഘടനയെ തന്നെ അവർ അംഗീകരിച്ചിരുന്നില്ല. ഇതെല്ലാം RSS ആണ് ഇത്തരമൊരു നിലപാടെടുത്തത് എന്ന് നാം കാണേണ്ടതുണ്ട്. മതനിരപേക്ഷത അംഗീകരിച്ചില്ല. ഭരണഘടനയോട് തന്നെ, ഭരണഘടനയിൽ മനുവിൻ്റെ സൂക്തങ്ങളല്ല ഉൾക്കൊള്ളിച്ചത്. മനുവിൻ്റെ നിയമമാണ് ഹിന്ദു നിയമം. ഭരണഘടനാ പണ്ഡിതർക്ക് അത് മനസ്സിലാക്കാനായില്ല എന്നെല്ലാം പരസ്യ നിലപാടായിരുന്നു ഭരണഘടനയ്ക്കെതിരെ ഇവർ സ്വീകരിച്ചിരുന്നത്. ആ പ്രവർത്തനങ്ങൾ അവർ തുറന്നു വന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഈ അഭിപ്രായക്കാരെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. രാജ്യത്തിൻ്റെ ഭരണാധികാരം RSS നിയന്ത്രിക്കുന്ന BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ കയ്യിലായി. അതോടെ RSS ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ള
ശ്രമങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കങ്ങൾ ഇത് RSSൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യം നല്ല ജനാധിപത്യം പുലർന്നൊരു രാജ്യമാണ് എന്നാണ് ഇന്ത്യക്കാർ പൊതുവിൽ അഭിപ്രായപ്പെടാറുള്ളത്. പക്ഷേ ആ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ഇതിൻ്റെ ഫലമായി നമ്മുടെ രാജ്യത്തുള്ള നിയമരീതികളെല്ലാം, നിയമസംഹിതകളെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ്. നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ സാധാരണഗതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതാണ് എന്ന് നമ്മളെല്ലാം കാണുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആ സ്ഥാപനങ്ങളെ കൈപ്പിടിയിലൊതുക്കാനും അവയെ നോക്കുകുത്തികളാക്കി മാറ്റാനും ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു. എന്തിനധികം പറയുന്നു, ജുഡീഷ്യറിയെ പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം എന്നത് കേവലമായ ഒരു വാക്കല്ല, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യമെന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനും തൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ ഒട്ടേറെ സംസ്കാരം നിലനിൽക്കുന്നുണ്ട്, വിവിധ ഭാഷകൾ നിലനിൽക്കുന്നുണ്ട്. നാനാത്വത്തിൽ ഏകത്വം, ഇതാണ് നാം നേരത്തെ മുതൽ അംഗീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നതിനും അതിൻ്റെ ഭാഗമായുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കാനും അവകാശമുള്ള രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ ഭരണഘടന എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യപരിരക്ഷയും നൽകുകയാണ്. ഈ തുല്യതയും പരിരക്ഷയും രാജ്യത്തെ പൗരർക്ക് മാത്രമല്ല, ഭരണഘടനയിൽ ഉപയോഗിച്ച വാക്ക് ഇത് രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്നാണ്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയുമുണ്ട്. അപ്പോൾ പൗരരായാലും അല്ലെങ്കിലും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവർക്കെല്ലാം നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയുമുണ്ട്. വിശാലമായ ക്യാൻവാസിലാണ് ഈ സ്വാതന്ത്ര്യം എന്ന പദം നാം കാണേണ്ടത്. പക്ഷേ അതോരോന്നോരോന്നായി ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് RSSൻ്റെ അജണ്ട അനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നതിൻ്റെ ഭാഗമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരുമയും ഐക്യവും അതിൻ്റെ ഭാഗമായി രൂപം കൊണ്ട ദേശീയോദ്ഗ്രഥനം
ഇതെല്ലാം ഇപ്പോൾ വലിയ തോതിൽ അപകടത്തിലായിരിക്കുകയാണ്. ഇവിടെ രാഷ്ട്രം തന്നെ വലിയൊരു അപകടാവസ്ഥയെ നേരിടുന്നുവെന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഇത് കേവലമായ പദങ്ങളല്ല. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘടകങ്ങളാണ്. എല്ലാം ജനങ്ങളെ ബാധിക്കുന്നവയാണ്, രാഷ്ട്രത്തെ ബാധിക്കുന്നവയാണ്. രാഷ്ട്രം തന്നെ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു ദേശീയ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് നാം കാണണം. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് BJPക്ക് ഈ രീതിയിൽ വളർന്നു വരാൻ രാജ്യത്ത് കഴിഞ്ഞത്? ആ കാര്യം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു കാലത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി എല്ലായിടങ്ങളിലും നിന്നിരുന്ന കോൺഗ്രസ് മെല്ലെ മെല്ലെ കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ വലിയ തോതിലുള്ള അയവുകൾ വരുത്താൻ തുടങ്ങി. അത് പിന്നീട് BJPയുടെ RSSൻ്റെ നിലപാടുകളുമായി താദാത്മ്യം പ്രാപിക്കുന്നിടത്തേക്ക് എത്തി. RSSൻ്റെ നിലപാടുകൾ അതേപോലെ ആവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പലരും അഖിലേന്ത്യാ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായി. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ നിലപാടുകളെ കോൺഗ്രസ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് ഓർത്താൽ മതി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ യാസർ അറാഫത്തിനെ കൂടെ നിർത്തിയായിരുന്നു ജനങ്ങളോട് സംസാരിച്ചത്. അന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനും കോൺഗ്രസ്സിനും വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. അത് പാലസ്തീനോടൊപ്പമായിരുന്നു. നമ്മുടെ രാജ്യം പാലസ്തീനോടൊപ്പമായിരുന്നു. നാം ഇസ്രയേലിനെ അംഗീകരിച്ചതേയില്ല. കാലം മാറി, നെഹ്റുവിൻ്റെ കാലം കഴിഞ്ഞു, പിന്നെയും കാലം പിന്നിട്ടു. നരസിംഹറാവു കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായി വന്നു. മാറ്റം എങ്ങനെ വന്നു? ഇസ്രയേലിനെ നമ്മുടെ രാജ്യം അംഗീകരിക്കുന്ന നില നരസിംഹറാവുവിൻ്റെ കാലത്ത് സ്വീകരിച്ചു. അതെവിടം വരെ എത്തി? മെല്ലെ മെല്ലെ പാലസ്തീനോടുള്ള ആഭിമുഖ്യം കുറഞ്ഞു കുറഞ്ഞു വന്നു. അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതിയുടെ തുടക്കത്തിൽ ആ സംഭവത്തിൽ ഞങ്ങൾ ഇസ്രയേലിനോടൊപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. എങ്ങനെ രാജ്യത്തിൻ്റെ നിലപാട് മാറി മാറി വന്നു എന്നുള്ളതാണ്. ഈ മാറ്റത്തിൽ പ്രധാന പങ്ക് കോൺഗ്രസ് വഹിച്ചു എന്നത് കാണേണ്ടതായിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും ശരിയായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം RSSൻ്റെ സംഘപരിവാറിൻ്റെ നിലപാടിനോടൊപ്പം നിൽക്കുന്ന നില സ്വീകരിച്ചു. ഇത് പാലസ്തീൻ്റെ പ്രശ്നമാണെങ്കിൽ രാജ്യത്തിനകത്തുള്ള പ്രശ്നങ്ങൾ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രതീകത്തെ അടക്കം അപകടത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ, അതിൽ കോൺഗ്രസ് നേതൃത്വം പടിപടിയായി
മാറി മാറി നിലപാടുകളെടുത്തത്. നേരത്തെയും കോൺഗ്രസ്സിൽ അത്തരം ചിന്താഗതിക്കാരുണ്ടായിരുന്നു. ആ ചിന്താഗതിക്കാരെ ശക്തമായി നേരിടുന്ന നിലപാട് നെഹ്റുവിയൻ നേതൃത്വത്തിനുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നെഹ്റു കുടുംബം എന്നൊക്കെ പറയുമെങ്കിലും മെല്ലെ മെല്ലെ മാറ്റങ്ങൾ വന്നു. നമ്മുടെ കൺമുന്നിൽ തന്നെ പ്രധാനമന്ത്രിമാരായവർ ഏതെല്ലാം രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നത് നമുക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. നരസിംഹറാവുവിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. രാജീവ് ഗാന്ധിയുടെ കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടുകളിൽ വന്നുകൊണ്ടിരുന്ന മാറ്റങ്ങളാണ്. ആർക്ക് സഹായകം? ഇതാണ് നാം കാണേണ്ടത്. തുടർച്ചയായി സ്വീകരിച്ചു വന്ന നിലപാടുകൾ ആരെ സഹായിച്ചു? അതെല്ലാം സംഘപരിവാറിനെ സഹായിക്കുകയായിരുന്നു. ആ സംഘപരിവാറിൻ്റെ നിലപാടുകളെ ശക്തിപ്പെടുത്തുകയായിരുന്നു. ഇതിൻ്റെ ഫലമായി ഓരോ പ്രദേശം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്ന പ്രദേശങ്ങൾ മെല്ലെ മെല്ലെ ബി ജെ പിയുടേതായി മാറി. ഇതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് എന്നത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടത്തൂ എന്ന വാശിയോടെയാണ് ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എപ്പോഴും ജനങ്ങളുടെ കരുത്ത് നമ്മുടെ രാജ്യത്ത് പ്രകടമാക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയാണ് ഇന്ദിര എന്ന് ഒരു കൂട്ടർ രാജ്യം മുഴുവൻ വിളിച്ചു പറഞ്ഞിരുന്നു. അവരെ 1977 പരാജയപ്പെടുത്തിയത് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളാണ്. ജനങ്ങളുടെ കരുത്ത് ചെറുതല്ല. 2004 ബി ജെ പി വാജ്പേയിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടത്. ഒരു വട്ടം പൂർത്തിയാക്കി. രണ്ടാം വട്ടം ബി ജെ പി അധികാരത്തിൽ തുടരും എന്ന നിർബന്ധത്തോടെയാണ് വാജ്പേയിയുടെ നേതൃത്വത്തിൽ ബി ജെ പി കരുക്കൾ നീക്കിയത്. പക്ഷേ അന്ന് ജനങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ അധികാരത്തിൽ വരുന്നത് രാജ്യത്തിന് വലിയ ആപത്താണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവരൊരു ന്യൂനപക്ഷ ശക്തിയായി മാറി. പിന്നീട് കോൺഗ്രസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബി ജെ പി തുറന്ന് അധികാരത്തിൽ വന്നുകൂടാ എന്ന നിർബന്ധത്തോടെ ഇടതുപക്ഷം അന്ന് കോൺഗ്രസിനെ ഗവൺമെൻറ് രൂപീകരിക്കാൻ പിന്തുണ നൽകുന്ന നില സ്വീകരിച്ചു. എല്ലാവർക്കും ഓർമ്മയുള്ളൊരു കാര്യമാണത്. തുറന്നു നടന്ന കാര്യങ്ങൾ നമ്മൾ ഓർത്തു പോകുന്നത് നല്ലതാണ്. ഇപ്പോൾ 10 വർഷമായി ബി ജെ പി അധികാരത്തിൽ തുടരുന്നു. ഇവിടെ കോൺഗ്രസ്സിന് കൃത്യമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുന്ന ഒരു വിഭാഗമായി കോൺഗ്രസ് മാറുകയാണ്.
ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, ബി ജെ പി സർക്കാർ നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ച ഓരോ കാര്യത്തിലും കോൺഗ്രസ്സിന് ഉറച്ച നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഏക സിവിൽ കോഡിൻ്റെ കാര്യം, അതിൽ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മന്ത്രി പരസ്യമായി അതിനെ സ്വാഗതം ചെയ്തു. പാർലമെൻറ്റിൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന കോൺഗ്രസ്സിനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഇപ്പോൾ ഏറ്റവും പ്രധാന വിഷയമായിരിക്കുന്ന കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനെതിരെയുള്ള നടപടികൾ കനപ്പിച്ചപ്പോൾ അതിൽ ഫലപ്രദമായി സുപ്രീം കോടതി ഇടപെടുന്ന നിലയുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ് നിലപാട് തെറ്റായി എന്ന് സുപ്രീം കോടതി കണ്ടു. ആ ഘട്ടത്തിൽ ആ സുപ്രീം കോടതിയുടെ നിലപാടിനെ തിരുത്തുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമവുമായി വന്നു. അവരൊരു ഓർഡിനൻസ് ഇറക്കി. ആ ഓർഡിനൻസിനെ രാജ്യമാകെ എതിർത്തു. ഡൽഹി ഗവൺമെൻറ്റിനെതിരെ ഉള്ള നീക്കമായിട്ട് മാത്രമല്ല, സുപ്രീം കോടതിയുടെ വിധി അട്ടിമറിക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് അതിനെ കണ്ടത്. പക്ഷേ ആ ഓർഡിനൻസിനെതിരെ ഒരക്ഷരം സംസാരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഒരുപാട് ഘട്ടം, ഒരുപാട് കാലം അങ്ങനെ കടന്നുപോയി. അവർക്ക് ശബ്ദമില്ല. രാജ്യമാകെ അതിനെതിരെ രംഗത്ത് വന്നു. അപ്പോഴാണ് നിൽക്കക്കള്ളിയില്ലാതെ ഞങ്ങളും അതിനെതിരാണ് എന്ന് പറയുന്ന നില കോൺഗ്രസ് സ്വീകരിച്ചത്. എന്താണ് അവർക്ക് വിഷമം? എന്തിനാണ് അവർ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ നീക്കത്തിനോട് സഹകരിക്കുന്നത്, ഒപ്പം ചേരുന്നത്? അതല്ലേ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയല്ലോ. ആ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ ഹിമാചൽ പ്രദേശ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അവിടെ പൊതു അവധി ആ ദിവസം പ്രഖ്യാപിച്ചു. തെലങ്കാന അവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അവിടെ നൽകിയ വാഗ്ദത്തം, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ 100 മണ്ഡലത്തിൽ 10 കോടി വീതം ചെലവിട്ട് രാമക്ഷേത്രം നിർമ്മിക്കുമെന്നാണ്. കർണാടകയിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ആ ദിവസം പ്രത്യേക പൂജകൾ നടത്തണമെന്ന് സർക്കാർ തന്നെ, കോൺഗ്രസ് സർക്കാർ തന്നെ ഉത്തരവിടുന്ന സ്ഥിതി വന്നു. അതിന് വെള്ളിയുടെ ഇഷ്ടിക കൊടുത്തയച്ചവർ, അതിനോടൊപ്പം മറ്റു പല രീതിയിൽ സഹകരിച്ചവർ എല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായുണ്ട്. എന്താണ് വ്യത്യാസം? ആ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രകടനം, ഒരു ശ്രീരാമക്ഷേത്രത്തിൽ ആ ദിവസം അദ്ദേഹത്തിന് ഭജനയിരിക്കണം. അപ്പോൾ അവിടെ ബി ജെ പി ഗവൺമെൻറ് അതിനെ തടയുന്നു. എന്തെല്ലാം കളികളാണ് നടക്കുന്നത്? എന്താണ് നൽകുന്ന സന്ദേശം? ബി ജെ പി RSS നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന RSS അജണ്ടയുടെ കൂടെ ഇവർ ചേരുകയല്ലേ? RSS അജണ്ട കൃത്യമായി മനസ്സിലാക്കി അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നുണ്ടോ? അതാണല്ലോ പ്രശ്നം. ഇന്ന് രാജ്യത്തിലെ വിവിധ സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസുകളുണ്ട് എന്ന് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുകയാണ്.
അതിലൊന്ന് ഈ രാമക്ഷേത്രത്തിൽ കയറാൻ പോയ കേസാണോ എന്നത് അദ്ദേഹം പരിശോധിച്ചാൽ നല്ലതാണ്. ഏത് തരത്തിലുള്ളതാണ് കേസുകൾ? കേസുകളുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉയർന്നു വന്നത് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണല്ലോ. പൗരത്വ നിയമ ഭേദഗതി എന്തിനാണ്? അത് മുസ്ലിമിനെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കാനാണ്. അതിനുവേണ്ടി മാത്രം കൊണ്ടുവന്നൊരു നിയമമാണ്. അങ്ങനെയൊരു നിയമം വന്നപ്പോൾ എന്തേ കോൺഗ്രസ് നിശബ്ദത പാലിച്ചത്? ഇപ്പോഴല്ല, 4 വർഷം മുൻപ് നിയമം വന്നപ്പോൾ രാജ്യത്താകെ എതിർപ്പുണ്ടായല്ലോ. കേരളത്തിൽ ആദ്യഘട്ടത്തിൽ സഹകരിച്ചു. ഇവിടെ എല്ലാവരും കൂടി ചേർന്നുള്ള പ്രതിഷേധം നമ്മുടെ തിരുവനന്തപുരം പാളയത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിഷേധ സംഗമം നമ്മൾ സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവും എല്ലാം വന്നു. വിവിധ കക്ഷി നേതാക്കളുണ്ടായി. നാടിൻ്റെ എല്ലാ വിഭാഗവും ഉണ്ടായി. തുറന്ന് നമ്മുടെ സംസ്ഥാനത്ത് സർവകക്ഷി യോഗം നടന്നു. അതിലും എല്ലാവരും ഉണ്ടായി. നിയമസഭ പ്രത്യേകം വിളിച്ചു. അതിനും എല്ലാവരും ഉണ്ടായി. അവിടെ പ്രമേയം ഏകണ്ഠമായി അംഗീകരിച്ചു. അതിനകത്തും എല്ലാവരുമുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് അതിനെ തള്ളിപ്പറഞ്ഞു. എന്തേ തള്ളിപ്പറയാൻ കാരണം? കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം നിങ്ങൾ ചെയ്ത നടപടി ശരിയായില്ല എന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ഒരു അനുമാനം ഞാൻ പറയുകയാണ്. അതല്ല വസ്തുത എന്ന് എന്തുകൊണ്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നില്ല? വസ്തുത അല്ലാതിരിക്കട്ടെ, അത് പറയാലോ. നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഞങ്ങളെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞിട്ടല്ല ഞങ്ങൾ നിലപാട് മാറ്റിയത്, ഞങ്ങൾ തന്നെ നിലപാടെടുത്തതാണ് എന്ന് പറയാലോ. എന്തേ പറയാത്തത്? അന്നത്തെ KPCC പ്രസിഡന്റ് പരസ്യമായാണ് പറഞ്ഞത്, ഇവിടെ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട്, നിയമസഭ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് രാജ്യം അംഗീകരിച്ച നിയമം നടപ്പാകാതിരിക്കൂ. എന്താ അതിൻ്റെ പൊരുൾ? ആരുടെ കൂടെയാണ്? അതല്ലേ പ്രശ്നം. ഇതെല്ലാം നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ രാജ്യത്ത് നടന്നല്ലോ. രാജ്യത്ത് നടന്ന പ്രതിഷേധ പരിപാടികൾ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി വാനി രാജയൊക്കെ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരാണല്ലോ. അത്തരം പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്ത് വലിയ തോതിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായവരാണല്ലോ. ഇപ്പോൾ മണിപ്പൂർ പ്രശ്നം വന്നപ്പോൾ വാനി രാജയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിൽ അവരെ കൈകാര്യം ചെയ്ത് എങ്ങനെയാണ്? രാജ്യരക്ഷാ കുറ്റം ചാർത്തിക്കൊണ്ടാണ്. രാജ്യരക്ഷാ നിയമം എടുത്ത് ഉപയോഗിച്ചത്. അവരുടെ നേതൃത്വത്തിലുള്ള ഫാക്ട് ഫൈൻഡിങ് സംവിധാനമാണ് അവിടുത്തെ ക്രിസ്ത്യാനികളെ ഏതെല്ലാം രീതിയിൽ ആക്രമിച്ചു എന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ഒരു വിഭാഗത്തെ ഒരു തരത്തിലുള്ള വംശഹത്യ, അതല്ലേ അവിടെ നടന്നത്? എന്തായിരുന്നു കാര്യം? അവർ ക്രിസ്ത്യാനിയായിപ്പോയി എന്ന്. എവിടെയെല്ലാം ആ രീതിയിലുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങളിൽ ശക്തമായി പ്രതികരിച്ച രാജ്യത്തെ ഇടതുപക്ഷ നേതാക്കൾ ഒരാളാണ് വാനി രാജ. കോൺഗ്രസ്സിന് പറയാൻ കഴിയുമോ ഞങ്ങളെ രാഹുൽ ഗാന്ധി ഇതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തുണ്ടായി, ഇതാ മുന്നിലുണ്ടായി, ഇന്ന സ്ഥലത്തുണ്ടായി എന്ന് പറയാൻ പറ്റുമോ? എന്തേ പറയാൻ പറ്റാത്തത്? പോട്ടെ, നിങ്ങളിൽ ആരുടെയെങ്കിലും പേര് പറയാൻ പറ്റുമോ? രാജ്യം അറിയുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെ പേര്, കോൺഗ്രസ് നേതാവിൻ്റെ പേര് ഇതിനെല്ലാം എതിരെ പ്രതികരിച്ചതായി പറയാനുണ്ടോ? എന്തേ പറയാൻ പറ്റാത്തത്? ഡൽഹിയിലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് CPIMൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനെയുള്ള ഇടതുപക്ഷ നേതാക്കൾ ഒരു നിര തന്നെ, വലിയ നിര അറസ്റ്റ് ചെയ്യപ്പെടുന്നു.
ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ്റെ പേര് ആ കൂട്ടത്തിൽ പറയാനുണ്ടോ? ഞങ്ങളുണ്ടായി അതിൽ എന്ന് പറയാൻ കഴിയോ? എന്താ പറയാൻ പറ്റാത്തത്? ഇല്ലാത്തത് കൊണ്ട്. ഇതല്ലേ വസ്തുത. ഇവിടെ 2020 ജനുവരി ആകുമ്പോഴേക്ക് ഡൽഹിയിൽ കനത്ത പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭം നടത്തിയവർക്ക് നേരെ സംഘപരിവാറിൻ്റെ ആക്രമണം, കലാപം. അവിടങ്ങളിലെല്ലാം ഓടിയെത്തിയത് ഇടതുപക്ഷ നേതാക്കളാണ്. ഒരു കോൺഗ്രസ്സുകാരനെ എവിടെയും കണ്ടില്ല. അന്ന് അതിൻ്റെ കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ പേര്, ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെ പേര് എവിടെയെങ്കിലും കാണാനുണ്ടോ? നമ്മുടെ രാജ്യത്ത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു, ചട്ടം വന്നു ഈ നിയമം പാസ്സാക്കാൻ. നിങ്ങൾ പ്രതികരിച്ചോ? രാജ്യം മുഴുവൻ പ്രതികരിച്ചല്ലോ. എന്തേ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്തത്? ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്. എന്താണ് ഇതിനോടുള്ള സമീപനമെന്ന് നിങ്ങൾ വ്യക്തമാക്കണ്ടേ? ഈ നിയമം ഒരു വിഭാഗത്തെ മതാടിസ്ഥാനത്തിൽ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കാനാണ്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ അതിനെ അപലപിച്ചത്, ആംനസ്റ്റി ഇൻ്റർനാഷണൽ അപലപിച്ചത്. നമ്മുടെ രാജ്യവുമായി നല്ല ബന്ധം പുലർത്തുന്ന അമേരിക്കക്ക്, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് നമ്മളെ വിമർശിക്കേണ്ടി വന്നില്ലേ? എത്ര ലോകരാഷ്ട്രങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നു? നിങ്ങളെവിടെ? നിങ്ങൾ ആരുടെ കൂടെ? എന്താ നിങ്ങൾക്ക് ശബ്ദമില്ലാത്തത്? ഇത് നടപ്പാക്കിയ അനുഭവം നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ആസാമിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണല്ലോ. ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കിയപ്പോൾ ആസാമിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടത് 19 ലക്ഷത്തോളം ആളുകൾക്കാണ്. ഇതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യം. എന്ത് സംഭവിച്ചു? നമ്മളെല്ലാം ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കപ്പെടുമ്പോൾ ചില വിവരങ്ങൾ കൊടുക്കണം. ഒന്ന്, ജനന സർട്ടിഫിക്കറ്റ് വേണം. കേരളം പോലെ എല്ലാ സ്ഥലവും കണക്കാക്കരുത്. നമുക്ക് വലിയ പ്രശ്നമായിട്ട് വരില്ല, കേരളത്തിലെല്ലാവർക്കും ജനന സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കോടാനുകോടി ജനങ്ങളാണ് ഇന്ത്യയിൽ. ചെറിയ വിഭാഗമല്ലത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗക്കാരുമല്ല, എല്ലാ വിഭാഗക്കാരും ഉണ്ട്. ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ഇല്ല. പിന്നെയോ നിങ്ങളുടെ കുടുംബ വിവരം, അതിൻ്റെ ചരിത്രം, നിങ്ങളെ വിവരങ്ങൾ മാത്രമല്ല, നിങ്ങളെ അച്ഛൻ്റെ വിവരം, ജനിച്ച സ്ഥലം, ജനനത്തീയതി, അച്ഛൻ്റെ ജനനസ്ഥലം, ജനനത്തീയതി, ഇങ്ങനെയുള്ള കുറേ വിശദാംശങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ അനുഭവത്തിലെടുത്താൽ മതി, കേരളത്തിൻ്റെ അനുഭവത്തിൽ. കേരളത്തിൽ ഇതെല്ലാം കൃത്യമായി അറിയുന്നവരാണോ എല്ലാവരും? എല്ലാവരെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എല്ലാവരെയും എടുത്താൽ അച്ഛൻ്റെ അച്ഛൻ എവിടെയായിരുന്നു, അവർ ഏത് തീയതിയിലാണ് ജനിച്ചത് എന്നറിയാത്ത എത്ര പേര് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാവും? അപ്പോൾ പിന്നെ മറ്റ് രാജ്യത്തിൻ്റെ ഭാഗങ്ങൾ പറയാനുണ്ടോ? അങ്ങനെ സംഭവിച്ചത് 19 ലക്ഷത്തോളം പേര്, എല്ലാ മതവിഭാഗത്തിലും പെട്ടവർ, പൗരത്വത്തിൽ നിന്ന് പുറത്തായി. ഇതാണ് അനുഭവം. നിങ്ങൾക്കറിയില്ലേ അത്? അതറിയാവുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഈ ഹീനമായ ഉദ്ദേശത്തെ തുറന്നെതിർക്കാൻ തയ്യാറായില്ല?
കോൺഗ്രസ് പാർട്ടിക്ക് ശബ്ദമില്ല. കോൺഗ്രസ് പ്രസിഡന്റിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, രാത്രി ആലോചിച്ചിട്ട് പറയാ. ഇതൊന്നും ഞാനൊരു പൊഴിവാക്ക് പറയുന്നതല്ല, ഒരു തമാശ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാനൊരു തമാശ പറയുന്നതുമല്ല. ഇതാണ് നടന്നത്, യാഥാർത്ഥ്യം ഇതാണ്. അപ്പോൾ അടുത്ത് നിന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി ചിരിക്കുകയാണ്. ആ ചിരിയിൽ ഗാർഗയും പങ്കെടുക്കുന്നു. നിങ്ങൾക്ക് ചിരിക്കാം, ഈ രാജ്യത്ത് ജനകോടികളാണ് മനസ്സിൽ തീ തിന്ന് കഴിയുന്നത്. ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കയോടെ ആ ജനവിഭാഗത്തോടാണ് കേരളം വിവിധ പരിപാടികളിലൂടെ പറഞ്ഞത്, നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ പൗരത്വ നിയമ ഭേദഗതിയോ ദേശീയ പൗരത്വ രജിസ്റ്ററോ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററോ നടപ്പാക്കില്ല എന്ന് കേരളം ഉച്ചത്തിൽ പറഞ്ഞത്. അങ്ങനെ കഴിയോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ ഏതിനും ഭരണഘടനയാണ് അടിസ്ഥാനം. സുപ്രീം കോടതി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യൻ്റെ മൗലികാവകാശത്തെ ഹനിക്കുന്ന ഒരു നിയമവും ഒരു കൂട്ടർക്കും കൊണ്ടുവരാൻ കഴിയില്ല. കേശവാനന്ദ ഭാരതി കേസിൽ വ്യക്തമാക്കിയ കാര്യമാണത്. അതിന് വിരുദ്ധമാണിത്. അതാണ് 2019 നിയമം വന്നപ്പോൾ തന്നെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്തത്. ആ പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ ചട്ടങ്ങൾ വന്നപ്പോൾ ആ സൂട്ടിൻ്റെ ഭാഗമായി തന്നെ തുറ നടപടികൾ സ്വീകരിക്കേണ്ടത് എങ്ങനെ എന്നത് പരിശോധിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി ആ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്, ഇവിടെ ഈ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യവും നടപ്പാക്കില്ല എന്ന് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നല്ലോ. അതിലൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞോ എന്നുള്ളതാണ് ഗൗരവമായ പ്രശ്നം. ഞാൻ പറഞ്ഞു ഏക സിവിൽ കോഡിൻ്റെ കാര്യം. ഏക സിവിൽ കോഡ് മുസ്ലിമിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല എന്ന് അടുത്ത ദിവസം ക്രൈസ്തവ സഭയുടെ ഒരു മുഖമാസികയായ സത്യദീപം അവരുടെ മുഖലേഖനത്തിൽ വെളിപ്പെടുത്തി. കാരണം നമ്മുടെ രാജ്യം വിവിധ വിഭാഗങ്ങളുടെ രാഷ്ട്രമാണ്. വിവിധ സംസ്കാരങ്ങളുണ്ട്, വിവിധങ്ങളായ വ്യക്തി നിയമങ്ങളുണ്ട്. ഇതെല്ലാം ഒന്നേ പാടുള്ളൂ എന്ന് പറയുന്നത് മുസ്ലിമിനെ മാത്രമല്ല ബാധിക്കുക, ഇത്തരത്തിലുള്ള എല്ലാ വിഭാഗത്തെയും ബാധിക്കുന്നതാണ് എന്നാണ് സത്യദീപം ചൂണ്ടിക്കാണിച്ചത്. സ്വാഗതാർഹമായ നിലപാടാണത്. അതാണ് വസ്തുത. ആ കാര്യത്തിൽ കൃത്യമായ നിലപാട് കോൺഗ്രസ്സിന് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് നാം ഗൗരവമായി കാണേണ്ടതാണ്. NIA ഭേദഗതി ബില്ല് വന്നു. NIA ഭേദഗതി ബില്ല് ആ നിയമം കൂടുതൽ കടുപ്പിക്കാനായിരുന്നു. എന്താണതിൻ്റെ ഉദ്ദേശമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായി എതിർത്തു എന്ന് പറയാം. പക്ഷേ പിന്നീട് മൂലയിൽ ഒളിക്കുന്ന അവസ്ഥയാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. എന്താണ് അവർക്ക് പ്രയാസം ഇത്തരം കാര്യങ്ങളിൽ? ഇപ്പോൾ UAPA ബിൽ നമ്മുടെ രാജ്യത്തെ ഒരു കരിനിയമമാണത്. ആ കരിനിയമം കൂടുതൽ കരിനിയമമാക്കാൻ, കൂടുതൽ ശക്തിപ്പെടുത്താൻ
ഭേദഗതിയുമായി ഇന്ത്യ ഗവൺമെൻറ് വന്നു. നമ്മുടെ ലോക്സഭയിലുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു പാർലമെൻറ്റ് മെമ്പറുടെ ശബ്ദം മാത്രമേ ആ ഘട്ടത്തിൽ അവിടെ ഉയർന്നുള്ളൂ. അത് ആലപ്പുഴയിൽ നിന്നുള്ള എ എം ആരിഫിൻ്റെ ശബ്ദമായിരുന്നു. എന്തേ കോൺഗ്രസിൽ നിന്ന് ആരുടെയും ശബ്ദം ഉയരാതിരുന്നത്? എന്താണ് ഇവർക്ക് പറ്റുന്നത്? അത്തരമൊരു നിയമത്തിനെ എല്ലാ ഘട്ടത്തിലും എതിർക്കാൻ കോൺഗ്രസ് ഉണ്ടാവണ്ടേ? പക്ഷേ BJP കൊണ്ടുവന്ന ആ നിലപാടിനെ അംഗീകരിക്കുന്ന നടപടിയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത്. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ പ്രശ്നം എത്ര ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്ത് നോക്കണം. പാർലമെൻ്ററി നടപടിക്രമം അനുസരിച്ച് ഒരു വിഷയം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് മുൻകൂട്ടി അംഗങ്ങളെ അറിയിക്കും. ഏറ്റവും ചുരുങ്ങിയത് തലേദിവസമെങ്കിലും അറിയിക്കും. ഒരറിയിപ്പും ഉണ്ടായില്ല. പെട്ടെന്ന് സഭയിൽ ആഭ്യന്തരമന്ത്രി എഴുന്നേറ്റ് നിൽക്കുന്നു, ഒരു കടലാസ് എടുത്ത് വായിക്കുന്നു, കാശ്മീർ സംസ്ഥാനമല്ലാതാകുന്നു. അതിനെ എതിർക്കേണ്ട രീതിയിൽ എതിർത്തോ? കോൺഗ്രസിൻ്റെ ശബ്ദം നല്ല രീതിയിൽ ഉയർന്നോ? ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യുന്നതിന് സാധാരണ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചോ? സംസ്ഥാനത്തെ സംസ്ഥാനമല്ലാതാക്കുമ്പോൾ അത് ചെയ്യേണ്ട മുന്നൊരുക്കങ്ങൾ എടുത്തോ? ഇതെല്ലാമായിട്ടും എന്തേ കോൺഗ്രസ്സിന് ശക്തമായി പ്രതിഷേധിക്കാൻ പറ്റാതിരുന്നത്? നിങ്ങളിൽ ചിലർ നന്നായി, ഇത് നന്നായി എന്ന് പറഞ്ഞവരില്ലേ? അതല്ലേ നിങ്ങളുടെ മനോഭാവം? BJPയുടെ നിലപാടിനെ അഭിനന്ദിച്ച എത്ര പേര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കണം. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പാർട്ടി എന്ന നിലയിൽ തന്നെ BJPയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നൊരു വിഭാഗമാണ് എന്ന് നാം കാണുന്നു. ഇത്തരത്തിലുള്ള സഹായങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങൾ കോൺഗ്രസ് അധികാരത്തിലേറി പിന്നെ BJP അധികാരത്തിൽ ഏൽപ്പിച്ചതായി കാണാൻ നമുക്ക് കഴിയും. അരുണാചൽ പ്രദേശ് 2016 അവിടെയുള്ള 60 സീറ്റിൽ 44 സീറ്റ് കോൺഗ്രസിന്. എന്തൊരു ഭൂരിപക്ഷമാണെന്ന് നോക്കണം. 60-ൽ 44. പക്ഷേ ആ 44-ൽ 43 പേർ മുഖ്യമന്ത്രി അടക്കം BJPയോടൊപ്പം എന്നുള്ള ഒരു സഖ്യകക്ഷിയിൽ ആദ്യം ചേർന്നു. 2-3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവരെല്ലാം BJPയായി. ഇത് ഒരു കടങ്കഥയല്ല, ഈ രാജ്യത്ത് സംഭവിച്ചൊരു കാര്യമാണ്. ഗോവയെപ്പറ്റി നമുക്ക് പലർക്കും നല്ല ധാരണയുണ്ടാവുമല്ലോ. 2017 അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസ്സാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 17 സീറ്റ്, മൊത്തം 40 അംഗങ്ങൾ, BJPക്കാകെ 13. എന്താ നടന്നത്? കോൺഗ്രസ് ഞങ്ങൾ മന്ത്രിസഭ രൂപീകരിക്കാൻ തയ്യാറാണെന്ന് അവകാശപ്പെട്ടില്ല. അപ്പോൾ 10 കോൺഗ്രസ്സുകാർ, ഈ ജയിച്ചു വന്ന MLAമാർ നേരെ BJPയിലേക്ക് പോയി. അവിടെ അവശേഷിച്ചത്
പഴയൊരു മുഖ്യമന്ത്രിയുടെ ഒരു കാമത്ത്, ദിഗംബർ കാമത്ത്. അദ്ദേഹം കോൺഗ്രസിൽ തന്നെ അവശേഷിച്ചു. ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞു കാമത്ത് എന്തായാലും പോകില്ല, നല്ലത്, കാമത്തെങ്കിലും ഉണ്ടല്ലോ അവിടെ. 2022 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. കാമത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മത്സരിച്ചു. അവർക്ക് കുറച്ച് സീറ്റ് കിട്ടി, 11 സീറ്റ് കിട്ടി. എന്താ സംഭവിച്ചതെന്നറിയോ? ഈ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ആകെ കാമത്തിൻ്റെ നേതൃത്വത്തിൽ BJPയിലേക്ക് പോയി. ഞാനിതൊരു കള്ളക്കഥ പറയുന്നതല്ല, ഈ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വഞ്ചക പരീക്ഷയുടെ ചിത്രം അതേ രീതിയിൽ നാം കാണുകയാണ്. ഇതാണ് വസ്തുത. ഇപ്പോൾ മണിപ്പൂരിലെ പറ്റി നമ്മൾ ധാരാളം കേൾക്കുന്നില്ലേ? മണിപ്പൂരിൽ 2017 അവിടുത്തെ 60 അംഗ നിയമസഭയിൽ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. 28 സീറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞു. പക്ഷേ 21 സീറ്റുള്ള BJP അവിടെ ഭരണം പിടിച്ചു. അന്ന് ഒരു കോൺഗ്രസ് MLA അതിനെ പിന്താങ്ങാനുണ്ടായി. ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ആണല്ലോ. നേരത്തെ 2018 കോൺഗ്രസും ജനതാദളും ഉള്ള സഖ്യമായിരുന്നു അവിടെ ഭരണത്തിലേറിയത്. അവിടുന്ന് 17 കോൺഗ്രസ് MLAമാരാണ് BJPയോടൊപ്പം പോയത്, ഒറ്റയടിക്ക്. അങ്ങനെയാണ് നേരത്തെ ഉണ്ടായ BJP ഗവൺമെൻറ്റിന് അവിടെ അധികാരത്തിൽ വരാൻ അവസരമൊരുക്കിയത്. മധ്യപ്രദേശ് 2018 കോൺഗ്രസ്സാണ് അധികാരത്തിൽ വന്നത്. അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യ, കോൺഗ്രസ്സിലെ യുവചൈതന്യം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ 2020 BJPയിലേക്ക് 23 MLAമാർ. അങ്ങനെയാണ് BJPക്ക് അവിടെ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. ഇപ്പോൾ എത്ര പേരാ BJPക്കകത്ത്? 12 പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് അധ്യക്ഷന്മാർ, കേന്ദ്രമന്ത്രിമാരായിരുന്നവർ, AICCയുടെ നേതാക്കന്മാരായിരുന്നവർ, ഇവരെല്ലാം BJPയിലല്ലേ ഇപ്പോൾ? BJP അതിന് സ്വീകരിക്കുന്ന പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ എന്താണെന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുകയുണ്ടായി. അടുത്ത നാളിൽ അശോക് ചവാൻ BJPയിൽ ചേർന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവാണല്ലോ. രാഹുൽ ഗാന്ധി പരസ്യമായി പറയാണ്, അമ്മയെ വിളിച്ചു പറഞ്ഞു ജയിലിൽ പോകേണ്ടി വരും, ജയിലിൽ പോകാൻ കഴിയില്ല, ഞാൻ BJPയിലേക്ക് പോവുകയാണ്. അത് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ് രാഹുൽ നൽകിയ സന്ദേശം അതിലൂടെ? ജയിലിൽ പോകാൻ കഴിയാത്തവരൊക്കെ BJP പോയിക്കൊന്നാണോ? നിങ്ങൾ രാഷ്ട്രീയമല്ലേ കൈകാര്യം ചെയ്യുന്നത്? ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒരു തെറ്റും ചെയ്യാത്ത എത്ര കോൺഗ്രസ്സുകാർ ജയിലിൽ കിടന്നിട്ടുണ്ട്? ആരൊക്കെ? നിങ്ങൾ അധികാരം കൈയാളിയപ്പോൾ രാജ്യത്താകെ എത്ര പേരെ നിയമവിരുദ്ധമായി ജയിലിൽ കിടത്തിയിട്ടുണ്ട്? അതുകൊണ്ട് അവരൊക്കെ രാഷ്ട്രീയം അവസാനിപ്പിച്ചിരുന്നോ? രാഷ്ട്രീയ നിലപാടല്ലേ പ്രശ്നം. ആ നിലപാടിൻ്റെ ഭാഗമായി ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന പ്രതികരണമാണോ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് വന്നത്? ഇവിടെ
വേണ്ടി വന്നാൽ ഞാൻ BJP-യിൽ പോകും, നിങ്ങളാരാ ചോദിക്കാൻ എന്ന് പറഞ്ഞ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുള്ള നാടാണെന്ന് ഓർക്കണം. അത്തരം ആളുകൾക്ക് പ്രോത്സാഹനമല്ലേ ഈ വാചകങ്ങൾ? ഒരു കാര്യമേ ഉള്ളൂ, ചുരുക്കത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു വിഭാഗം തിരഞ്ഞെടുത്താൽ എവിടെ നിൽക്കുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയില്ല. ആ വിഭാഗത്തെ വിശ്വസിച്ചുകൊണ്ട് നീങ്ങാൻ പറ്റില്ല എന്നത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം തെളിയിച്ച കാര്യമാണ്. ഇവിടെ നമുക്ക് ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടാകേണ്ടതില്ല. ഇവിടെ മത്സരിക്കുന്ന സഖാവ് ആനി രാജ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതാവാണ്. രാജ്യത്ത് ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടോ ആ പ്രശ്നങ്ങളിലെല്ലാം ധീരമായ നിലപാടെടുത്ത് ജയിലാണെങ്കിൽ ജയിൽ, കേസാണെങ്കിൽ കേസ് എന്ന നിലപാടോടെ ഉറച്ചു നിന്ന് ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രതീകമായി മാറിയ സ്ഥാനാർത്ഥിയാണ് സഖാവ് ആനി രാജ. ആനി രാജയെ അവരുടെ ചിഹ്നമായ അരിവാൾ കതിർ അടയാളത്തിൽ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റിലേക്ക് അയക്കുക. നെൽക്കതിർ, അരിവാൾ നെൽക്കതിർ അടയാളമാണ് അവരുടെ ചിഹ്നം, അത് മറക്കരുത്. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.